അതെ, വടക്കുംനാഥന്റെ പുണ്യമായ മണ്ണിലേക്ക് പോകാം. അവിടെ സാനു തയ്യാറായിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ മഹാപരിക്രമ നടക്കുകയാണ് അല്ലെ? അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. പരിക്രമ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തതും. വൻ ഭക്തജന തിരക്ക് കൂടിയാണ്. അവിടെ നിന്നും സാനു ചേരുന്നുണ്ട്. സാനു, വടക്കുംനാഥന്റെ മണ്ണിലും ഇന്ന് ഏറെ വിശിഷ്ടമായ ചടങ്ങുകൾ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുന്നു. എന്തൊക്കെ ചടങ്ങുകൾക്കാണ് വടക്കുംനാഥൻ സാക്ഷ്യം വഹിക്കുന്നത്? ഒപ്പം കേന്ദ്രമന്ത്രി എത്തി അതിന്റെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം. എന്തായാലും മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ മഹാപരിക്രമ എന്ന് പറയുന്ന ഒരു പ്രത്യേക ചടങ്ങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂരിലെ ഈ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. അത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അടക്കമുള്ള നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ നമ്മൾ ആ ചടങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങാണ്. അദ്ദേഹം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ്. മഹാപരിക്രമ എന്ന് പറഞ്ഞ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന യാത്ര, അത് സ്വരാജ് റൗണ്ട് എന്ന് പറഞ്ഞാൽ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴി എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്രദക്ഷിണ വഴിയിലൂടെ ചുറ്റി ആണ് അത് തിരിച്ച് ഇവിടേക്ക് വരുന്നതാണ്. അതായത് ഈ പ്രദക്ഷിണ വഴി ചുറ്റിയതിന് ശേഷം, വലം വെച്ചതിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടാണ് ഈ മഹാപരിക്രമ എന്ന് പറയുന്ന ചടങ്ങ് സമാപിക്കുന്നത്. മഹാപരിക്രമ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രദക്ഷിണം എന്ന് തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിന് ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും അത് തുടങ്ങി അത് സ്വരാജ് റൗണ്ട് എന്ന് പറയുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഈ മഹാപരിക്രമയിൽ പങ്കാളിയാവുന്നു. ഒപ്പം തന്നെ നിരവധി ഭക്തരും ഈ പരിപാടിയുടെ ഭാഗമാവുകയാണ്. അതായത് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഭക്തർക്ക് കൃത്യമായിട്ടുള്ള ദർശനത്തിനടക്കമുള്ള സാഹചര്യം, അതുപോലെ തന്നെ പ്രത്യേക ക്യൂ സംവിധാനമെല്ലാം ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ഈ മഹാപരിക്രമ ഇറങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പരിക്രമ, ആ പ്രദക്ഷിണം, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ ഭക്തർക്കൊപ്പം അവരുടെ കൂടെ പങ്കാളിയാവുന്ന അല്ലെങ്കിൽ ആ മഹാപരിക്രമയുടെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അശ്വതി ഉണ്ട്, അതിൽ ഷഡാധാര പ്രകാരമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ 6 നില മനുഷ്യ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ, ചക്രങ്ങൾ നിർവചിക്കുന്നു. മഹാപരിക്രമ ഇപ്പോൾ നടുവിലാലിലേക്ക് എത്തുകയാണ്. അത് അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി അത് നടുവിലാലെത്തുകയാണ്. നടുവിലാൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം എത്തി അവിടെയും അത് കാണിക്കയൊക്കെ സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇനി ഇവിടുന്നുള്ള യാത്രയുണ്ടാവുക. അതായത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അത് ആദ്യം എത്തുന്നത് നടുവിലാലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എത്തി കാണിക്ക സമർപ്പിക്കുകയും അതിനുശേഷം ഇത് മുന്നോട്ട് പോവുകയും തിരിച്ച് ഈ മഹാപരിക്രമ സമാപിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്ന കൂവളത്തിലെ അടക്കം കൊണ്ടുവന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിലെ സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദേവന് സമർപ്പിച്ചുകൊണ്ട്, മഹാദേവന് സമർപ്പിച്ചുകൊണ്ടാണ് ഈ മഹാപരിക്രമയുടെ സമാപനം കുറിക്കുക. അത് ഈ പൂർണ്ണമായിട്ടും ഈ സ്വരാജ് റൗണ്ട് എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണ വഴിയിൽ വലം വെച്ചതിന് ശേഷമായിരിക്കും ഈ കൂവളത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സമാപനം കുറിക്കുന്നത്. അതേപോലെ തന്നെ ഈ പരിപാടി ശ്രീമൂലസ്ഥാനത്ത് രാവിലെ 7 മണിക്ക് ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി നന്ദാത്മജാനന്ദയാണ് ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി ആ ചടങ്ങിന്റെ ഭാഗമായിട്ട്
ഭാഗമായിട്ടുണ്ട്. ശ്രീശങ്കര സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ AV നടേശൻ അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. അവർ ശിവരാത്രി സന്ദേശമടക്കം നൽകിയിരുന്നു. എന്തായാലും ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഈ വലിയൊരു ഭക്തജന തിരക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യത്തിലുള്ളവർ ഈ മഹാപരിക്രമയുടെ ഭാഗമാകുന്നു. ഒപ്പം തന്നെ ഇതിൽ ഇരട്ടി ഭക്തർ, ഇതിൻ്റെ 4 ഇരട്ടി ഭക്തർ ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് പ്രത്യേക ക്യൂ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് സാധാരണ നിലയിൽ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പ്രവേശനമുണ്ടെങ്കിൽ ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് ഉള്ള ഭക്തജന തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേക ക്രമീകരണം, പ്രത്യേക ക്യൂ സംവിധാനം, അതേപോലെ തന്നെ ദർശനത്തിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതിനടക്കം പ്രത്യേക വഴിയടക്കമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഭക്തർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. ഒപ്പം തന്നെ ഈ മഹാപരിക്രമയുടെ ഭാഗമായിട്ടുള്ളവർ ഇത് പൂർത്തീകരിച്ചതിന് ശേഷം, ഈ പരിക്രമ പൂർത്തീകരിച്ചതിന് ശേഷം, ഈ പ്രദക്ഷിണം പൂർത്തീകരിച്ചതിന് ശേഷം ഇവർ ക്ഷേത്രത്തിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരെത്തി അവിടെ കാണിക്കുകയും അതേപോലെ തന്നെ കൂവളത്തിലെ അടക്കമുള്ള വഴിപാട് സമർപ്പിക്കും. ആ സമർപ്പണം നടത്തുന്നതോടുകൂടിയാണ് ആ ചടങ്ങിന്, ഈ മഹാപരിക്രമയുടെ ചടങ്ങുകൾക്ക് സമാപനമാകുക. എന്തായാലും അതിപ്പോൾ നടുവിലാലിലെ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രമന്ത്രിയും ഒപ്പം ഈ ഒരു മഹാപരിക്രമയുടെ ഭാഗമായിട്ട് അദ്ദേഹവും ഭക്തർക്കൊപ്പം നടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ തന്നെ മഹാപരിക്രമയുടെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആദ്യ അവസാനം പങ്കെടുത്തിരുന്നു. എന്തായാലും അത് ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോൾ നടുവിലാലിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് ഇത് മുന്നോട്ട് പോവുകയും ഇതിനുശേഷം ഈ പ്രദക്ഷിണം പൂർത്തിയാകുന്നത് ഈ പൂർണ്ണമായിട്ടും ഈ പ്രദക്ഷിണ വഴിയിൽ വലം വെച്ചതിന് ശേഷം ഈ എവിടുന്നാണോ ഇറങ്ങിയത് അതേ വഴിയിലൂടെ തന്നെ ക്ഷേത്രത്തിലെത്തിയാണ് ഇത് സമാപനം കുറിക്കുക. അത് കൂവളത്തിലേക്ക് അടക്കം ഉള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ദീപമാണ് ഈ പ്രദക്ഷിണത്തിന് മുന്നിൽ പോകുന്ന വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക നിലവിളക്കിൽ കൊളുത്തിയിട്ടുള്ള ഈ ദീപം അടക്കമാണ് തിരിച്ചു ചെന്ന് ഈ ദീപം ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഒപ്പം തന്നെ കൂവളത്തിലെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണം, മഹാപരിക്രമയുടെ പ്രദക്ഷിണം സമാപിക്കും. അശ്വതി. സജീവാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ആ പരിസരത്തു നിന്നുള്ള വിശേഷങ്ങളുമായി എത്തിയത്. മഹാപരിക്രമ നടക്കുകയാണ്. തൃശ്ശൂരിന്റെ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മഹാപരിക്രമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നടുവിലാൽ മഹാഗണപതി ക്ഷേത്രത്തിന് സമീപം എത്തിയ വിവരങ്ങളാണ് സാനു തന്നുകൊണ്ടിരിക്കുന്നത്.